എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 23/5/2021 ന്യൂസ് ആർട്ടിക്കിളാണ്. പല കാരണങ്ങൾ കൊണ്ടും സൺഡേ ഇത് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ 23 ഡെയിലി ന്യൂസ് അനാലിസിസ് ഡിസ്കസ് ചെയ്യുകയാണ്. ഏറ്റവും ആദ്യത്തേതായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, ഒഡീഷ ട്രൈബൽ ഗ്രൂപ്പിനെ കുറിച്ചിട്ടും രണ്ട്, വൈറ്റ് ഫ്ലൈസിനെ കുറിച്ചിട്ടുമുള്ള രണ്ട് പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, എന്താണ് ഒഡീഷ ട്രൈബിന്റെ ഡോങ്ക്രിയ ആൻഡ് ബോണ്ട കമ്മ്യൂണിറ്റീസ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്, ശനിയാഴ്ച ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ്. ഓൾമോസ്റ്റ് 70% ഓഫ് ദീസ് ഗ്രൂപ്പ്സ് ആർ അഫക്റ്റഡ് ടു COVID-19 ഇഷ്യൂ, അല്ലെ? അല്ലെങ്കിൽ ഇവരുടെ ഒരു ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 75%. 75% അല്ലെങ്കിൽ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് 75% ആവുന്നതിന്റെ കാരണം എന്താണ്? അവർ പൊതുവായിട്ട് സാധാരണ ജീവിക്കുന്നത് ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അവർക്ക് പലപ്പോഴും ഐസൊലേറ്റ് ചെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാകാറില്ല. അപ്പോൾ എന്ത് ചെയ്യും? പലപ്പോഴും ഈ രോഗം പടർന്നു പിടിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യമാണ് അവിടെ ഉള്ളത്. സോ വി വിൽ ഹാവ് ടു പ്രൊട്ടക്ട് ദീസ് ഗ്രൂപ്പ്സ് ഫ്രം COVID-19 ഇഷ്യൂ അറ്റ് എനി കോസ്റ്റ്. എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അതിനൊപ്പം തന്നെ കമ്മ്യൂണിറ്റി എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കും. നമ്മൾ ഇന്നലെ ഡോങ്ക്രിയ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഡോങ്ക്രിയ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. പകരം എന്താണ്, നിങ്ങൾ 22/5/2021 ന്യൂസ് അനാലിസിസ് ഡിസ്കസ് അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഈ ഡോങ്ക്രിയ കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. സോ വി വിൽ ഡിസ്കസ് predominantly about ബോണ്ട കമ്മ്യൂണിറ്റി അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണ്? നമ്മൾ പറഞ്ഞു 75% വരുന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഏത് ഗ്രൂപ്പിലുള്ളത്? ഈ ബോണ്ട കമ്മ്യൂണിറ്റിയിലുള്ള, അതായത് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വിഭാഗത്തിലേക്ക് 75% മുകളിലേക്ക് TPR എത്തുന്നു. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇവർക്ക് വേണ്ട ഐസൊലേഷൻ അല്ലെങ്കിൽ ക്വാറന്റൈൻ ചെയ്യാനുള്ള സാഹചര്യമില്ല. പലപ്പോഴും അതിനെക്കുറിച്ച് അവെയർ അല്ല. പലപ്പോഴും പല അസുഖങ്ങൾ എന്താണ് എന്ന് പോലും അറിയാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് രോഗത്തിന്റെ വാഹകരാകുവാനും കൂടെയുള്ള ആളുകളിലേക്ക് പകരുവാനുമുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പം വി വിൽ ഹാവ് ടു പ്രൊവൈഡ് സംതിങ് വെരി സ്പെഷ്യൽ ടു പ്രൊട്ടക്ട് ഓൾ ദീസ് കമ്മ്യൂണിറ്റി ഫ്രം ദ മെനീസ് ഓഫ് COVID-19. അതായത് നമുക്കറിയാം COVID-19 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യതയായിട്ട് പറയുന്നത് ഹോം ക്വാറന്റൈൻ ആണ്. അപ്പൊ ഇവിടെ എന്താണ് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവർക്ക് ഈ ഒരു ഹോം ക്വാറന്റൈൻ പലപ്പോഴും സാഹചര്യമാവുന്നില്ല. പലപ്പോഴും എന്താണ്, ഒരു മുറിയിൽ ആളുകളാണ്, അല്ലെങ്കിൽ ഒരു വീടാണെങ്കിൽ പോലും 3-4 ആളുകൾ ഉൾപ്പെടുന്ന ഒരു സമൂഹമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മുറിയിൽ കിടന്നുറങ്ങുന്ന, അല്ലെങ്കിൽ ഒരേ സ്പേസിൽ കിടന്നുറങ്ങുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഒരേ സ്പേസിൽ ജീവിക്കുന്ന ആളുകളാണ് ഈ ബോണ്ട കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ഏതൊരു ട്രൈബൽ കമ്മ്യൂണിറ്റിയും എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് പോസിബിൾ ടു പ്രൊവൈഡ് ദം, ടു ഇനിഷ്യേറ്റ് ദം ഓർ ടു കമ്പൽ ദം ടു ഹാവ് home quarantine. അപ്പോൾ എന്ത് ചെയ്യണം? PVTGS proposed that the government set up quarantine exclusively for tribals within 2 kilometers of their settlement. അതായത് ഇവരുടെ ജീവിത സാഹചര്യത്തിലുള്ള അനുബന്ധമായിട്ടുള്ള ഏറ്റവും അടുത്ത് 2 കിലോമീറ്ററിനുള്ളിൽ ഇവർക്ക് ഹോം അല്ലെങ്കിൽ ക്വാറന്റൈൻ ചെയ്യാനുള്ള ഒരു സെറ്റിൽമെന്റ് ഗവൺമെന്റ് റെഡിയാക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ആവശ്യം വരുന്നത്. 2, ഡോർ ടു ഡോർ സർവേ നടത്തണം. അത് ട്രെയിൻഡ് ലോക്കൽ വില്ലേജസിന്റെ അല്ലെങ്കിൽ വോളണ്ടിയേഴ്സിനെ, ഈ വില്ലേജസിൽ നിന്ന് നടത്തിയിട്ടുള്ള ട്രെയിൻഡ് ലോക്കൽ വോളണ്ടിയേഴ്സിനെ എന്തിനു വേണ്ടി ചെയ്യണം? ഒരു ഡോർ ടു ഡോർ സർവേ നടത്താൻ വേണ്ടി നിയോഗിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഒന്ന്, ഫോർ ദ റെഗുലർ മോണിറ്ററിംഗ് ഓഫ് സിംറ്റംസ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു ക്വാറന്റൈൻ സെന്റേഴ്സ് ഫോർ എനി സസ്പെക്ടഡ് കേസസ്. ഇത്തരത്തിൽ വോളണ്ടിയേഴ്സിന്റെ അല്ലെങ്കിൽ ട്രെയിൻഡ് വോളണ്ടിയേഴ്സിന്റെ ഒരു ഡോർ ടു ഡോർ സർവേയും ഇവിടെ നടത്തണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന്, അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ സിംറ്റംസ് ഉള്ളവരെ എന്ത് ചെയ്യണം? ക്വാറന്റൈൻ സെന്ററിലേക്ക് ആക്കുവാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ തരത്തിലുള്ള സർവേസ് നടത്തണമെന്നാണ് ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് അവാർഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ജേതാവായിട്ടുള്ള പ്രഫുല്ല സമന്താര പറഞ്ഞ ഒരു, അല്ലെങ്കിൽ ഒരു പ്രഫുല്ല സമന്താര കൊടുത്ത റെക്കമെൻഡേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സജഷൻ ആണ്. ഓരോ ആളുകളുടെയും അടുക്കിലേക്ക് പോയി അവർക്ക് വേണ്ട അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് സിംറ്റംസ് ഉണ്ടോ, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ ഏതെങ്കിലും COVID-19 ആണെന്ന് സംശയിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം?
അടുത്തുള്ള ക്വാറന്റൈൻ സെന്ററിലേക്ക് മാറ്റുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ ഈ ക്വാറന്റൈൻ സെന്റർ അറ്റ്ലീസ്റ്റ് 2 കിലോമീറ്ററിനടുത്ത്, അവരുടെ ബേസ് സെറ്റിൽമെന്റിന്റെ 2 കിലോമീറ്ററിനടുത്തെങ്കിലും അവർക്ക് എന്തുണ്ടാവണം, അവർക്ക് ഒരു ക്വാറന്റൈൻ അല്ലെങ്കിൽ ഐസൊലേറ്റിംഗ് സെന്റേഴ്സ് ഉണ്ടാവണം. അവരെ എല്ലാ ഡോങ്ക്രിയ ആൻഡ് ബോണ്ട ഫാമിലീസ് മസ്റ്റ് ബി പ്രൊവൈഡഡ് വിത്ത് എ സ്പെഷ്യൽ ലിവ്ലിഹുഡ് റിലീഫ് പാക്കേജ് ആസ് കോമ്പൻസേഷൻ ഫോർ ദെയർ അഗ്രികൾച്ചർ ആൻഡ് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. ഇവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇവർക്ക് എല്ലാ ആളുകൾക്കും, അതായത് ബോണ്ട കമ്മ്യൂണിറ്റിയിലും ദോങ്ക്രിയ കമ്മ്യൂണിറ്റിയിലുമുള്ള എല്ലാ ആളുകൾക്കും എന്ത് നൽകണം, റിലീഫ് പാക്കേജ് അറ്റ് ദി ഏർലിയസ്റ്റ് വാർ ഫൂട്ടിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതുപോലെ എന്താണ്, ഇവർക്ക് ഹെൽത്ത് കിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുക. ഹെൽത്ത് കിറ്റിൽ എന്തൊക്കെ ഉണ്ടാവണം, 3 ലെയർഡ് മാസ്ക് ഉണ്ടാവണം, നെസസറി മെഡിസിൻസ് ഉണ്ടാവണം, വൈറ്റമിൻസ് ഉണ്ടാവണം. ഇത്തരത്തിലുള്ള ഒരു എന്താണ് ഹെൽത്ത് കിറ്റ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇതാണ് മൂന്നാമത്തെ സജഷൻ. 4ാമത്തെ സജഷൻ ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. 3ാമത്തെ സജഷൻ എന്തായിരുന്നു, എല്ലാ ആളുകൾക്കും റിലീഫ് പാക്കേജ് നൽകണം. അടുത്തത് എന്താണ്, they laid emphasis on upgradation of all health centers located in tribal areas on war foot. അതായത് അവിടെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലോക്കൽ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എന്തായിരിക്കണം, ഒരു ട്രൈബൽ ഏരിയാസിലുള്ള ലോക്കൽ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എന്ത് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം. അതായത് അപ്ഗ്രേഡേഷൻ ഓഫ് ഓൾ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, അതായത് കൂടുതൽ ഡോക്ടേഴ്സ്, കൂടുതൽ മെഡിക്കൽ എക്യുപ്മെന്റ്, മെഡിസിൻസ്, അത് മറ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആവശ്യമുള്ളവയെല്ലാം നൽകിക്കൊണ്ട് ഒരു വളരെ വേഗത്തിൽ തന്നെ ഇവയെ അപ്ഡേറ്റ് ചെയ്യാനും ഉള്ള, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫാമിലി ഹെൽത്ത് സെന്റർ ആയിട്ടെങ്കിലും ഉയർത്താനുള്ള ഒരു സാഹചര്യം എത്രയും വേഗം ഗവൺമെന്റുകൾ ചെയ്യണം. ഇതൊക്കെയാണ് ഒരു സജഷൻസ് ആയിട്ട് ഈ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിനൊക്കെ മുൻപ്, അല്ലെങ്കിൽ അടുത്ത ആർട്ടിക്കിളിലേക്ക് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ബോണ്ട കമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ അറിയേണ്ട ഒരു സംഭവമാണ് ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് എന്താണെന്നുള്ളത്. നമുക്കറിയാം, ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് എന്ന് പറയുന്നത് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രീൻ നോബൽ. ഗ്രീൻ നോബൽ എന്നറിയപ്പെടുന്ന ഒരു അവാർഡാണ് ഈ ഗോൾഡ്മാൻ പ്രൈസ് എന്ന് പറയുന്നത്. ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് എന്ന് പറയുന്നത്, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പറയുന്നത് സാൻ ഫ്രാൻസിസ്കോ, കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഈ ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസിന്റെ ഒരു ആക്ടിവിസ്റ്റുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. 2 പോയിന്റുകൾ പറയാം. ഒന്ന്, ഗ്രീൻ നോബൽ എന്നറിയപ്പെടുന്നത് എന്താണ്, ഈ ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് ആണ്. 2, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കാലിഫോർണിയ, സാൻ ഫ്രാൻസിസ്കോയിലെ, അല്ലെങ്കിൽ സാൻ ഫ്രാൻസിസ്കോ കാലിഫോർണിയയിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇത് ആർക്കാണ് നൽകുന്നത്? ഇറ്റ്സ് എ പ്രൈസ് അവാർഡഡ് ആനുവലി ടു ഗ്രാസ് റൂട്ട്സ് എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ്. അതായത് എല്ലാ വർഷവും ആനുവലി നൽകുന്ന ഒരു അവാർഡാണ് ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് ഫോർ ഗ്രാസ് റൂട്ട് എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ്. എല്ലാ സ്ഥലങ്ങളും, ഒന്ന് ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഐലൻഡ് ആൻഡ് ഐലൻഡ് നേഷൻസ്, സൗത്ത് അമേരിക്ക ആൻഡ് സെൻട്രൽ അമേരിക്ക തുടങ്ങി, അതായത് സെൻട്രൽ അമേരിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക 3 സ്പേസ്, ഐലൻഡ് ആൻഡ് ഐലൻഡ് നേഷൻസ് 4, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾക്കാണ് എന്ത് നൽകുന്നത്, ഈ ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് നൽകുന്നത്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ഇൻ ദ ഇയർ 1989. 1989 ഇത് സ്ഥാപിക്കപ്പെടുന്നത്. ഇതൊക്കെയാണ് ഒരു പോയിന്റുകളായിട്ട് ഓർത്ത് വയ്ക്കുക ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസിനെ ബേസ് ചെയ്ത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ബോണ്ട കമ്മ്യൂണിറ്റി എന്ന് പറയാം. ബോണ്ടാസ് ആർ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ്. അവര് they used to hunt and forage for food in the wild. പലപ്പോഴും വേട്ടയാടി പിടിക്കുന്ന അല്ലെങ്കിൽ ആഹാരം കണ്ടെത്തുന്ന ആളുകളാണ് ബോണ്ട ഫാമിലി. ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം മാട്രിയാർക്കൽ ഫാമിലിയാണ്, സ്ത്രീ പക്ഷ സമുദായമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം സ്ത്രീകളെല്ലാം, കല്യാണം കഴിക്കുന്ന സ്ത്രീകൾ 5 മുതൽ 10 വയസ്സ് വരെ തങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ആളുകളെയാണ് വിവാഹം കഴിക്കുക. സോ ദ മെൻ ക്യാൻ ഏൺ ഫോർ ദം വെൻ ദേ ഗ്രോ ഓൾഡ്. അതായത് ഭാര്യമാർക്ക് പ്രായമാകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഭർത്താക്കന്മാർ ജോലി ചെയ്യും, അവരെ പോറ്റുവാനും വേണ്ടുന്ന സാഹചര്യത്തിന് വേണ്ടിയിട്ടാവാം ഒരുപക്ഷെ ഇതൊരു മാട്രിയാർക്കൽ സൊസൈറ്റി ആയിട്ട് മാറിയത്. ഇറ്റ് ഹാസ് എ യുണീക് ഡ്രസ്സിംഗ് സ്റ്റൈൽ. Women are semi-clad and wear various types of rings and necklaces around their bodies, while men carry lethal bows and arrows. ഇതിന്റെ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും, ഒരു പലപ്പോഴും എന്താണ്, ഒരു സെമി ക്ലാഡ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഒരു മാലയും അല്ലെങ്കിൽ ആഭരണങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വിഭാഗമാണ്. നോക്കിയറിയാം കണ്ടോ, ആഭരണങ്ങൾ ഒരുപാട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളുകളാണ് ഈ കാണുന്നത്, ഈ ഒരു വിഭാഗത്തിൽ പെടുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, കഴിവതും
ഇത്തരത്തിലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഏറ്റവും സെമി ക്ലാഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡ്രേപ്പറി പോലത്തെ വസ്ത്രങ്ങളായിരിക്കും ധരിക്കുക. കൂടുതൽ ആഭരണങ്ങൾ ഉപയോഗിക്കുന്ന വിഭാഗമാണ്. അതുപോലെ തന്നെ പുരുഷന്മാർ എന്താണ് പലപ്പോഴും lethal bows and arrows, അമ്പും വില്ലും ഒക്കെ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. They continue to speak in their language Remo, which comes under the Austro-Asiatic language belonging to Mundari group. Mundari group of languages are spoken by Munda people. ഇതൊക്കെ ഓർത്ത് വെക്കുക. ഇതൊക്കെ ഒരു പോയിന്റ് ആയിട്ട് ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഇതിന്റെ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ട പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ. ഒന്നാമത്തെ നിർദ്ദേശം എന്താണ്? COVID-19 എന്നൊരു ഇഷ്യൂസിൽ ഇവർക്ക് വളരെയധികം വൾണറബിൾ ആണ്. അവരെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ, അവർക്ക് ഒരു ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ TPR റേറ്റ് കുറയ്ക്കണമെങ്കിൽ അസുഖബാധിതരായവരെ തൽക്കാലത്തേക്കെങ്കിലും മാറ്റി ഒരു ഐസൊലേഷൻ കൊടുക്കുകയും അല്ലെങ്കിൽ ക്വാറന്റൈൻ കൊടുക്കുകയും ചെയ്യണം. അപ്പൊ അതിന് സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവരുടെ സെറ്റിൽമെന്റിന് 2 കിലോമീറ്റർ ചുറ്റളവിൽ എന്ത് നൽകണം? ഇവർക്ക് വേണ്ട ക്വാറന്റൈൻ ഫെസിലിറ്റി നൽകണം. 2, ഡോർ ടു ഡോർ സർവേ മസ്റ്റ് ബി ഡൺ. ആര് ആണ് ഡോർ ടു ഡോർ സർവേ നടത്തേണ്ടത്? ലോക്കലി ട്രെയിൻഡ് വോളണ്ടിയേഴ്സ് ഫ്രം വില്ലേജസ്. അവരെന്ത് ചെയ്യണം? അവർക്ക് പരിചയമുള്ള, അവരുടെ ചുറ്റുപാടിൽ നിന്നുള്ള ഒരു പരിചിതനായിട്ടുള്ള ഒരു ലോക്കൽ വോളണ്ടിയറിനെ തിരഞ്ഞെടുക്കണം. അദ്ദേഹത്തിന് ട്രെയിനിങ് നൽകണം. എന്തിനു വേണ്ടിയിട്ട്? ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടോ, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖമുണ്ടോ, ഏതെങ്കിലും തരത്തിൽ COVID-19 ഇഷ്യൂ ആയിട്ട്, അല്ലെങ്കിൽ COVID-19 അസുഖബാധിതനാണ് അല്ലെങ്കിൽ ബാധിതയാണ് എന്ന് വോളണ്ടിയർക്ക് തോന്നിയാൽ he or she will have to report to the superior authorities to provide them basic quarantine facility for the Dongria and Bonda community. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? എല്ലാ ഡോങ്ക്രിയ ആൻഡ് ബോണ്ടിയ ഫാമിലീസിനും എന്ത് നൽകണം? ഒരു ലിവ്ലിഹുഡ് പാക്കേജ് റിലീസ് ചെയ്യണം. 4, എല്ലാ കമ്മ്യൂണിറ്റീസിലും അല്ലെങ്കിൽ ബോണ്ട ഡോങ്ക്രിയ കമ്മ്യൂണിറ്റിയിലും ഒരു ഹെൽത്ത് കിറ്റ് പ്രൊവൈഡ് ചെയ്യണം. എന്തിനാണ്? ഒരു 3 ലെയർഡ് മാസ്ക്, നെസസറി മെഡിസിൻ, വൈറ്റമിൻസ് അടങ്ങുന്ന ഒരു ഹെൽത്ത് കിറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഏറ്റവും അവസാനമായിട്ട് എന്ത് ചെയ്യണം? ഇവരുടെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിനെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഈ കമ്മ്യൂണിറ്റിയെ രക്ഷിക്കാനുള്ള ഒരു കൂട്ടായ പ്രവർത്തനം എന്ന് പറയാം. ഇവർ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് PVTG എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തിലാണ് ഈ വിഭാഗത്തിനെ, അല്ലെങ്കിൽ ഡോങ്ക്രിയനെയും ബോണ്ട കമ്മ്യൂണിറ്റിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്ന് നമുക്ക് നോക്കാം. It recommended by the Debar Commission stated that within a scheduled tribe there existed an inequality in the rate of development. അതായത് പലപ്പോഴും ST അല്ലെങ്കിൽ ST വിഭാഗത്തിൽ അവരുടെ വികസനത്തിൽ പലപ്പോഴും എന്താണ്? ഒരു ഇൻഇക്വാലിറ്റി ഉണ്ട്. സോ വി വിൽ ഹാവ് ടു പ്രൊവൈഡ് എ സ്പെഷ്യൽ കെയർ ഫോർ the vulnerable people. So that Debar Commission recommended for PVTG group. അല്ലെ? അപ്പം എന്താണ് ചെയ്യുക? During the 4th 5-year plan a subcategory was created within scheduled tribe. ഇതൊക്കെ ഒരു പ്രിലിമിനറി ബേസിൽ ഓർത്താൽ മതി. 4th 5-year പ്ലാനിൽ എന്താ ചെയ്തത്? ഈ PVTG ഡെവലപ്പ് ചെയ്യപ്പെട്ടു. എന്നാൽ ആദ്യത്തെ പേര് PVTG എന്നല്ല, അല്ലെങ്കിൽ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്നൊന്നും ആയിരുന്നില്ല. ഇതിന്റെ ആദ്യത്തെ പേരെന്തായിരുന്നു? പ്രിമിറ്റീവ് ട്രൈബൽ ഗ്രൂപ്പ് എന്ന് തന്നെയായിരുന്നു. ഇത് ദെബാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം, ദെബാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ഇത്തരത്തിലൊരു അതായത് ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി STയുടെ ഗ്രൂപ്പിനകത്ത് മറ്റൊരു ST, അതായത് ഏറ്റവും ഡെവലപ്മെന്റ് സ്ലോ പേസിലുള്ള ഒരു വിഭാഗത്തിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ particularly vulnerable tribal group എന്ന് പറഞ്ഞു, on the basis of Debar Commission report. ഇത് എന്തിനാണ്? ഒരു ഷെഡ്യൂൾഡ് ട്രൈബിനകത്തുള്ള ഒരു ഷെഡ്യൂൾഡ് ട്രൈബ് ആണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. It started in the fourth 5-year plan. 4ാമത് പഞ്ചവത്സര പദ്ധതി പ്രകാരമാണ് ഇത് ഇനിഷ്യേറ്റ് ചെയ്തത്. അടുത്തത്, at the conclusion of the 5th 5-year plan, 52 communities were identified as being primitive tribal group. These communities were identified on the basis of recommendation made by respective state government. 52 എണ്ണമായിരുന്നു 5th 5-year പ്ലാൻ എത്തിയപ്പോഴത്തേക്ക് 52 കമ്മ്യൂണിറ്റീസ് ആണ് ഉണ്ടായിരുന്നത്. 6th 5-year പ്ലാനിൽ എന്ത് ചെയ്തു? 20 ഗ്രൂപ്പിനെ കൂടി ആഡ് ചെയ്തു. 2 ഗ്രൂപ്പുകളെ കൂടി എവിടെ ആഡ് ചെയ്തു? 7th 5-year പ്ലാനിൽ ആഡ് ചെയ്തു. 1 more group was added to 8th 5-year plan. അതായത് 5ാമത്തെ 5-year പ്ലാനിൽ എന്ത് ചെയ്തു? 52 കമ്മ്യൂണിറ്റീസ്. 6ാമത് 5-year പ്ലാനിൽ എന്ത് ചെയ്തു? അടുത്ത 20 പേരെ കൂടെ ആഡ് ചെയ്തു. 7ാമത് 5-year പ്ലാനിൽ എന്താണ്? 2 പേരെ കൂടി ആഡ് ചെയ്തു. 8ാമത് 5-year പ്ലാനിൽ എന്ത് ചെയ്തു? ഒരാളെ കൂടി ആഡ് ചെയ്തു. ടോട്ടൽ എത്രയായി? 52 + 20
72, 74, 75 പ്രിമിറ്റീവ് ട്രൈബൽ ഗ്രൂപ്പുകളാണ് അല്ലെങ്കിൽ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പുകളാണ് ഇവിടെ ഉള്ളത്. 75ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മാറം എന്നറിയപ്പെടുന്ന മണിപ്പൂരിലുള്ള ഒരു ട്രൈബൽ ഗ്രൂപ്പിനെയാണ് 75ാമത് അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ഇൻ 2006 the government of India proposed the rename of primitive tribal group as particularly vulnerable tribal group. അത് 2006ലാണ് PVTG എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്നുള്ള പേര് വന്നത്. ഇത് ആദ്യം ദെബാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം എന്തായിരുന്നു? പ്രിമിറ്റീവ് ട്രൈബൽ ഗ്രൂപ്പ് ആയിരുന്നു. അപ്പം അതായത് PTG ഹാസ് ബീൻ റീനെയിംഡ് particularly vulnerable tribal group by Government of India in the year 2006. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ഒരു ആർട്ടിക്കിൾ ആണ് How White Flies Came, Saw and Conquered India's Crop. ഇത് നമുക്കറിയാം, ഈ ഒരു തെങ്ങോലയിലൊക്കെ കാണുന്ന ചെറിയ പൊടി പോലെ കാണുന്ന ചില വൈറ്റ് ഫ്ലൈസ് ആണ്, ചെറിയ ഈച്ചകളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇത് പലപ്പോഴും എന്താണ് പല വിദേശത്തു നിന്ന് വന്നിട്ടുള്ള ഒന്നാവാം. ഇത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇതായിട്ട് ചിന്തിക്കുന്നത് ദ ഫസ്റ്റ് ഇൻവേസീവ് വൈറ്റ് ഫ്ലൈ റിപ്പോർട്ടഡ് ഫ്രം കേരള ഇൻ 1995. 1995 കേരളത്തിൽ മാത്രമാണ് ഇത് കാണപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ എന്താണ്, ഇറ്റ് ഹസ് സ്പ്രെഡ് അക്രോസ് ദ കൺട്രി എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് കരീബിയൻ ഐലൻഡ്സോ അല്ലെങ്കിൽ സെൻട്രൽ അമേരിക്കയോ ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടുമായിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഒന്നാമത് പറയുന്നത് 1995 കേരളത്തിൽ വന്നത്. രണ്ട്, ഇത് കരീബിയൻ ഐലൻഡ്സിൽ നിന്നോ അല്ലെങ്കിൽ സെൻട്രൽ അമേരിക്കയിൽ നിന്നോ ഇന്ത്യയിലേക്ക് എത്തിയതാവാം എന്ന ഒരു കാഴ്ചപ്പാടിലെത്തുന്നുണ്ട്. അതുപോലെ എന്താണ് സംഭവിക്കാം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ വൈറ്റ് ഫ്ലൈസ് എന്ന് പറയുന്നത്. ദ ടീം ഫൗണ്ട് ദാറ്റ് ദ ഹോസ്റ്റ് റേഞ്ച് ഓഫ് ഓൾ ഇൻവേസീവ് വൈറ്റ് ഫ്ലൈസ് വാസ് ഇൻക്രീസിംഗ് due to their polyphagous nature, ability to feed on various kinds of food and prolific breeding. വളരെ വേഗതയിൽ പെറ്റുപെരുകുവാനും അവർക്ക് കിട്ടുന്നത് എന്തും കഴിക്കുവാനുമുള്ള ഒരു എബിലിറ്റി കാരണമാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് പെറ്റുപെരുകാനുള്ള വളരെയധികം സാധ്യതയായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇൻവേസീവ് വൈറ്റ് ഫ്ലൈസ് were also found to expand their host range on vulnerable plant species, especially coconut, banana, mango, sapota, guava, cashew, oil palm and ornamental plants such as bottle palm, false bird of paradise, butterfly palm and important medicinal plant. ഇവർക്ക് എവിടെ വേണമെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കാനും അതിനെ ആഹരിക്കാനുമുള്ള ഒരു കഴിവ് പ്രത്യേകമായിട്ട് ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു തരത്തിലുള്ള ഒരു ചെടിയിലാണെങ്കിലും ഇവയ്ക്ക് ജീവിക്കാനും അവയെ ആഹരിക്കുവാനുമുള്ള പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, വെറ്റിവരുവാനുള്ള വളരെയധികം സാധ്യത കൂടുതലുമാണ്. ബയോളജിക്കൽ കൺട്രോൾ ഓഫ് ദീസ് ഇൻവേസീവ് pests. ഒന്ന്, white flies are difficult to control by using synthetic insecticide and hence currently natural occurring insect predators, parasitoids and entomopathogenic fungi are being used. Fungi that can kill insects. They are not just environmentally friendly but also economically feasible. ഇതൊക്കെ ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും. ചിലപ്പോൾ വേണമെങ്കിൽ ഇതൊക്കെ എന്തൊക്കെയാണ് ഇവര് ആഹരിക്കുന്നത് എന്നതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ പാരാസിറ്റോയിഡ്സ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാം. പാരാസിറ്റോയിഡ്സ് ഇവരുടെ പ്രധാനപ്പെട്ടത് ഇത് ഫുഡും ഇത് എന്താണ് ഇൻസെക്ടിസൈഡുമാണ്. ഇത് രണ്ടും ഒന്ന് ശ്രദ്ധിക്കുക. ഫുഡ് എന്താണെന്നും ഇൻസെക്ടിസൈഡ് എന്താണെന്നും ഒന്ന് ഓർത്തു വയ്ക്കാൻ ശ്രമിക്കാം. Entomopathogenic fungi specific to white flies are isolated, purified, grown in lab or mass produced and applied into white fly infested field in combination with the release of lab reared potential predators and parasitoids. ഇതൊരു എന്താണ് entomopathogenic എന്താണെന്നതിനെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ ആണ്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. It is nothing but a kind of insecticide to kill white flies. It found in everywhere in this country except ജമ്മു ആൻഡ് കാശ്മീർ. ഇതൊക്കെയാണ് ഇന്നലത്തെ അല്ലെങ്കിൽ 23-ാം തീയതിയിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ. ഇതൊന്ന് ശ്രദ്ധിക്കുക, വീണ്ടും ഒന്ന് വായിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. താങ്ക് യു ഓൾ ഫോർ യുവർ ടൈം.